ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശുചിത്വം ഉറപ്പുവരുത്താൻ സ്വച്ഛ് മന്ദിർ ക്യാമ്പയിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി. ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് 26,000 കോടി രൂപ ലാഭിക്കാൻ കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത് ഷാ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് സമാപനം. 952 പോയിന്റോടെ കിരീട നേട്ടവുമായി കണ്ണൂർ ജില്ല. KSRTCയിൽ 2 ഗഡുക്കളായി ശമ്പളം നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി. ആലപ്പുഴയിൽ നടന്ന കേരള ഉത്തർപ്രദേശ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി പദ്ധതി ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാർ തന്നെ നേരിട്ട് സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിയിലേക്കും എത്തുകയും സർക്കാർ പദ്ധതികളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. विकसित भारत संकल्प यात्रा का सबसे बड़ा मकसद है कोई भी हकदार सरकारी योजना के लाभ से छूटना नहीं चाहिए. ऐसे लोगों का पहुंचना हमारी सरकार अपना दायित्व समझती है. समाज में अंतिम पायदान पर खड़े व्यक्ति तक सरकार खुद पहुंच रही है. വികസിത് ഭാരത് സങ്കല്പ് യാത്രയെ രാജ്യമെമ്പാടും ആവേശപൂർവ്വമാണ് ജനങ്ങൾ സ്വീകരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യങ്ങൾ അർഹരായ മുഴുവൻ പേർക്കും ലഭിക്കുക എന്നതാണ് യാത്രയുടെ സുപ്രധാന ലക്ഷ്യമെന്നും ശ്രീ മോദി പറഞ്ഞു. 50 ദിവസം പിന്നിട്ട യാത്രയിൽ 11 കോടി ജനങ്ങൾ പങ്കുചേർന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കഷ്ടപ്പെടുന്ന വലിയൊരു ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തീർത്ഥാടന കേന്ദ്രങ്ങളെ ശുചിയായും വൃത്തിയായും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് മന്ദിർ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഈ മാസം 14 ആരംഭിക്കുന്ന പരിപാടി രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ 22 സമാപിക്കും. അയോധ്യയെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കാൻ എല്ലാവരും ഒന്നിക്കണമെന്ന് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ ആഹ്വാനം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങളിലെ സേവനങ്ങൾ വഴി കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്തുടനീളമുള്ള പാവപ്പെട്ടവരുടെ 26,000 കോടി രൂപ ലാഭിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ നടന്ന പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ പാവപ്പെട്ട പൌരന്മാർക്ക് പ്രയോജനം ചെയ്യുന്നതിനായി കൂടുതലും നഗരപ്രദേശങ്ങളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ സഹായത്തോടെ ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർക്കും പാവപ്പെട്ടവർക്കും താങ്ങാനാവുന്ന വിലയിൽ മരുന്നുകൾ ലഭിക്കുമെന്ന് ശ്രീ ഷാ വ്യക്തമാക്കി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 4,000-ലധികം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഈ സംരംഭത്തിനായി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. രാജ്യത്ത് പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ 81 കോടി ജനങ്ങൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിച്ചതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഗ്രേറ്റർ നോയിഡയിൽ ഇൻഡസ് ഫുഡ് 2024 എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ഭക്ഷ്യ വ്യവസായത്തിന് ആഗോള വിപണിയെ ആകർഷിക്കാനുള്ള സാധ്യതകൾ വലുതാണെന്നും ശ്രീ ഗോയൽ ചൂണ്ടിക്കാട്ടി. നാനാത്വവും വൈവിധ്യവുമാണ് ഇന്ത്യയുടെ ശക്തിയെന്നും വൈവിധ്യങ്ങൾക്കിടയിലും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് രാജ്യത്തിന് ഉയർച്ച കൈവരിക്കാനാവുകയെന്നും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൌധരി ഡൽഹിയിൽ നാഷണൽ കേഡറ്റ് കോർപ്സ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അച്ചടക്കത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകമാണ് NCC എന്നും എയർ ചീഫ് മാർഷൽ അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേഡറ്റുകളെ അദ്ദേഹം അഭിനന്ദിച്ചു. ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിലെ 11 പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ശിക്ഷയിൽ ഇളവ് അനുവദിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കി. 2022 ഓഗസ്റ്റ് 15-നാണ് കേസിലെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയായിരുന്ന 11 പ്രതികളെ ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത്. പ്രതികൾ 2 ആഴ്ചയ്ക്കകം കീഴടങ്ങണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനമായി.
കണ്ണൂർ ജില്ല കൌമാര കലാമേളയിൽ കിരീടം സ്വന്തമാക്കി. 952 പോയിന്റാണ് കണ്ണൂർ കരസ്ഥമാക്കിയത്. 949 പോയിന്റുമായി കോഴിക്കോട് രണ്ടാമതും 938 പോയിന്റോടെ പാലക്കാട് മൂന്നാമതുമെത്തി. 23 വർഷത്തിന് ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരാകുന്നത്. സ്കൂളുകളുടെ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തി. വഴുതക്കാട് കാർമൽ സ്കൂളാണ് രണ്ടാമത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. 5 ദിവസം 24 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കലാകേരളത്തിന്റെ കണ്ണായി കണ്ണൂർ. 952 പോയിന്റ് നേടിയാണ് കണ്ണൂർ സ്വർണ്ണക്കപ്പടിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 3 പോയിന്റ് വ്യത്യാസത്തിലാണ് കോഴിക്കോടിന് ഒന്നാം സ്ഥാനം നഷ്ടമായത്. ജേതാക്കളായ ജില്ലകൾക്ക് മുഖ്യാതിഥിയായ മമ്മൂട്ടിയും മന്ത്രിമാരും ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി എത്തിയ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ സാന്നിധ്യം കലോത്സവ സമാപന സമ്മേളനത്തിന്റെ ആവേശം ഇരട്ടിയാക്കി. ജയപരാജയങ്ങൾ കലാപ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് പത്മശ്രീ മമ്മൂട്ടി കുട്ടികളോട് പറഞ്ഞു. കലോത്സവ സുവനീർ മന്ത്രി GR അനിൽ, മന്ത്രി സജി ചെറിയാന് നൽകി വേദിയിൽ പ്രകാശനം ചെയ്തു. 5 നാൾ കൌമാര സർഗശേഷിയുടെ അതിശയ കുടമാറ്റം കാഴ്ചവെച്ച കലോത്സവത്തിനാണ് കൊല്ലത്ത് പരിസമാപ്തിയായിരിക്കുന്നത്. KSRTCയിൽ 2 ഗഡുക്കളായി ശമ്പളം നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. ഒറ്റ ഗഡുവായി എല്ലാ മാസവും 10-ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ആദ്യ ഗഡു 10-ാം തീയതിക്ക് മുൻപും രണ്ടാമത്തെ ഗഡു 20-ാം തീയതിക്കുള്ളിലും നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. KSRTCയുടെ മോശം സാമ്പത്തിക നില കൂടി പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ RS ശശികുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മുഖ്യമന്ത്രിക്കും ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 18 അംഗങ്ങൾക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായ വ്യാപാരമേള അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും. ലോക നേതാക്കളുമായും പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും അദ്ദേഹം ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥികളായി സഞ്ജയ് സിംഗ്, ND ഗുപ്ത, സ്വാതി മലിവാൾ എന്നിവർ നാമനിർദ്ദേശ പത്രിക നൽകി. ഈ മാസം 19-ന് നടക്കുന്ന വോട്ടെടുപ്പിനായി പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. ആലപ്പുഴയിൽ നടന്ന കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം സമനിലയിൽ കലാശിച്ചു. 383 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന കേരളം 2 വിക്കറ്റിന് 72 റൺസ് എന്ന നിലയിൽ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. കേരളത്തിനെതിരെ 5 വിക്കറ്റ് വീഴ്ത്തിയ അങ്കിത് രജ്പുത് ആണ് മാൻ ഓഫ് ദി മാച്ച്. ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയ ഉത്തർപ്രദേശിന് 3 പോയിന്റും കേരളത്തിന് 1 പോയിന്റുമാണ് ലഭിച്ചത്. ബംഗ്ലാദേശ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയം നേടി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് തുടർച്ചയായ 4ാം തവണയും അധികാരത്തിലേക്ക്. വോട്ടെടുപ്പ് നടന്ന 299 മണ്ഡലങ്ങളിൽ 223 സീറ്റുകൾ നേടി 3-2 ഭൂരിപക്ഷത്തോടെയാണ് അവാമി ലീഗിന്റെ വിജയം. പ്രതിപക്ഷ കക്ഷിയായ ജാതീയ പാർട്ടി 11ഉം സ്വതന്ത്രർ 62 സീറ്റിൽ വിജയിച്ചു. 40% പോളിംഗാണ് ബംഗ്ലാദേശിൽ ഇക്കുറി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. മുൻ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ നിലയിലായിരുന്നു പോളിംഗ്. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതാണ് ഇതിന് കാരണം. സൈഫർ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വിട്ടയക്കാൻ ഉത്തരവിട്ട് പാകിസ്ഥാൻ പ്രത്യേക കോടതി. പാകിസ്ഥാൻ സുപ്രീം കോടതി ഇമ്രാൻഖാന് ജാമ്യം നൽകിയതിന് പിന്നാലെയാണ് പ്രത്യേക കോടതി മോചന ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ തോഷഖാന കേസിൽ അറസ്റ്റിലായതിനാൽ ഇമ്രാൻഖാൻ ജയിലിൽ തന്നെ തുടരേണ്ടതായി വരും. അമേരിക്കൻ സെനറ്റ് പ്രതിനിധി സംഘവുമായും മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസുമായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റി ടെൽ അവീവിൽ കൂടിക്കാഴ്ച നടത്തി. ഹമാസിനെതിരായ യുദ്ധത്തിൽ അമേരിക്ക ഉറച്ച പിന്തുണ നൽകണമെന്ന ആവശ്യം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. US പൌരന്മാർ ഉൾപ്പെടെ ഹമാസ് ബന്ദിയാക്കിയ 136 പേരുടെ മോചനം, ഹമാസിന്റെ ഉന്മൂലനം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശുചിത്വം ഉറപ്പുവരുത്താൻ സ്വച്ഛ് മന്ദിർ ക്യാമ്പയിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി. ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് 26,000 കോടി രൂപ ലാഭിക്കാൻ കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് സമാപനം. 952 പോയിന്റോടെ കിരീട നേട്ടവുമായി കണ്ണൂർ ജില്ല. KSRTCയിൽ 2 ഗഡുക്കളായി ശമ്പളം നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി. ആലപ്പുഴയിൽ നടന്ന കേരള ഉത്തർപ്രദേശ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.